നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഹൃദയമിടിപ്പായ നിഫ്റ്റി 50യെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒന്ന് വിശദമായി നോക്കുന്നത്. കയ്യിലുള്ള ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ വെച്ച് പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്നത്തെ വിപണി ശരിക്കും ഒരു ചെറിയ റോളർ കോസ്റ്റർ പോലെയായിരുന്നു അല്ലേ? തീർച്ചയായും. രാവിലെ താഴോട്ടു പോയി, പിന്നെ ഒരു കയറ്റം. എന്താണിതിന് പിന്നിൽ സംഭവിച്ചത്? അതെ, ഇന്നത്തെ ഈ ചലനങ്ങൾക്ക് പിന്നിലെ ശരിക്കുള്ള കാരണങ്ങൾ നമുക്ക് നോക്കണം. അതുപോലെ മുന്നോട്ട് നോക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് വ്യക്തമാക്കാം. ഈ വിവരങ്ങളൊക്കെ ഏറ്റവും ലളിതമായിട്ട്, എന്നാൽ കുറച്ച് ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന കണക്കുകള്, സ്കോറുകള് നോക്കി തുടങ്ങാം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് ഏകദേശം 25,694.95, അതായത് ഒരു 0.47% വർധനവ്. പക്ഷെ അതിലും രസകരം എന്താന്ന് വെച്ചാൽ രാവിലെ ഒരു 0.5%, ഏകദേശം 0.48% താഴോട്ട് പോയിരുന്നു. അതെ, ഇടിഞ്ഞിട്ടാണ് ഈ ഒരു തിരിച്ചുവരവ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ തിരിച്ചുവരവ് അതുതന്നെ വിപണിയിൽ നിലനിൽക്കുന്ന ഒരുതരം ശുഭാപ്തി വിശ്വാസം കാണിക്കുന്നുണ്ട്. രാവിലെ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ബയേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നു. ഇതിന് പ്രധാനമായും ഊർജം കൊടുത്തത് ചില സെക്ടേഴ്സാണ്. ടെലികോം ഏകദേശം 1.5%, പിന്നെ IT, ഓട്ടോ ഒക്കെ 1%. മെറ്റൽസും ഉണ്ടല്ലോ. അതെ, മെറ്റൽസ് ഒരു 0.6%. ഈ പ്രധാനപ്പെട്ട സെക്ടറുകളിലെ ഒരു വാങ്ങൽ താൽപ്പര്യമാണ് ശരിക്കും സൂചികയെ പിടിച്ചുയർത്തിയത്. അപ്പൊ ചിലർക്ക് നല്ല ദിവസമായിരുന്നു, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാം അല്ലേ? എല്ലാ സെക്ടറും ഒരുപോലെയാണോ പോയത്? ഇല്ല, അവിടെയാണ് ഒരു വ്യത്യാസം. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ പൊതുമേഖലാ ബാങ്കുകൾ, അതായത് PSU ബാങ്ക്സ്, പിന്നെ ഹെൽത്ത് കെയർ, ഈ സെക്ടറുകൾ ഏകദേശം ഒരു 0.3% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഓഹോ. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുന്നേറ്റം മാർക്കറ്റിൽ എല്ലായിടത്തും ഒരുപോലെ എത്തിയില്ല. ചിലയിടങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ്, ലാഭമെടുപ്പ് നടന്നിട്ടുണ്ട്. അതായത് ഉയർന്ന ലെവലിൽ കുറച്ചു പേർ വിറ്റ് ലാഭമെടുത്തു. അതെ, ഒരുപക്ഷേ അതാവാൻ കാരണം ഇത് മൊത്തത്തിലുള്ള മുന്നേറ്റത്തിന്റെ വേഗതയെ ചെറുതായിട്ടൊന്ന് കുറച്ചു. ഇന്ത്യൻ രൂപയുടെ കാര്യത്തിലും ഒരു ചെറിയ മാറ്റം കണ്ടു. ഡോളറിനെതിരെ രൂപ കുറച്ചൊന്ന് മെച്ചപ്പെട്ട് 88.56 ആയി. മുൻപ് 88.69 ആയിരുന്നു. ഇത് കാര്യമായിട്ട് സ്വാധീനിച്ചോ? അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. രൂപ കുറച്ചൊന്ന് ശക്തിപ്പെട്ടത്, പ്രത്യേകിച്ച് ഡോളർ ഗ്ലോബലി അത്ര വീക്കല്ലാത്തൊരു സമയത്ത്, അതൊരു പോസിറ്റീവ് സൈനാണ്. വിദേശ നിക്ഷേപകർക്ക്, ഈ FIIസിന് ഇത് പൊതുവെ നല്ലതാണ്. കാരണം അവരുടെ ഡോളർ ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയാണ്. പിന്നെ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന കമ്പനികൾക്ക് കോസ്റ്റ് കുറയാനും ഇത് സഹായിക്കും. ചെറിയ മാറ്റമാണെങ്കിലും ഇത് മാർക്കറ്റിലെ ആ ഒരു മൊത്തത്തിലുള്ള സെന്റിമെന്റിനെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോ ഈ തിരിച്ചുവരവിനും മുന്നേറ്റത്തിനും പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? US ഇന്ത്യ വ്യാപാര കരാർ സംബന്ധിച്ച വാർത്തകൾ, അതാണൊരു പ്രധാന കാരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ? സമയത്ത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം മെച്ചപ്പെടുമെന്ന പോലത്തെ വാർത്തകൾ വരുന്നത് മാർക്കറ്റിന് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കയറ്റുമതി കമ്പനികൾക്ക് അല്ലേ, IT, ഫാർമ പോലുള്ളവർക്ക്. അതെ, അവർക്കത് ഗുണകരമാകുമെന്നൊരു കണക്കുകൂട്ടൽ വരും. ഈയൊരു പ്രതീക്ഷയാണ് ഇന്ന് മാർക്കറ്റിലെ വാങ്ങൽ താൽപ്പര്യത്തിന് ഒരു പ്രധാന കാരണമെന്ന് പറയാം. ഇത് ഫണ്ടമെന്റൽ സൈഡ്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കിയാലോ? അവിടെയും ചില നല്ല സൂചനകൾ കിട്ടിയെന്ന് പറയുന്നു. അതെ, ടെക്നിക്കൽ ചാർട്ടുകളിലും കാര്യമായ പുരോഗതി കാണുന്നുണ്ട്. നിഫ്റ്റി അതിന്റെ 21 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, അതായത് EMA. അതെന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാല്? EMA എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ സൂചികയുടെ അടുത്ത കാലത്തെ ആവറേജ് പ്രൈസ് മൂവ്മെന്റ് കാണിക്കുന്ന ഒരു ലൈനാണെന്ന് വെക്കാം. 21 ദിവസത്തെ EMA ഷോർട്ട് ടേം ട്രെൻഡ് മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ നിഫ്റ്റി ഈ 21 ദിവസത്തെ EMAയ്ക്ക് മുകളിലേക്ക് തിരിച്ചു കയറി. ഇത് ടെക്നിക്കൽ അനലിസ്റ്റുകൾ ട്രെൻഡ് സ്ട്രോങ് ആവുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ഒരു ക്രോസ് ഓവറിനെ കുറിച്ചും കേട്ടല്ലോ, അതും ഇതിന്റെ കൂടെ വന്നോ? അതും പ്രധാനമാണ്. ഈ 21 ദിവസത്തെ EMA കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള 50 ദിവസത്തെ EMAയെ താഴെ നിന്നും മുകളിലേക്ക് ക്രോസ് ചെയ്തു. ഇതിനെയാണ് പോസിറ്റീവ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഗോൾഡൻ ക്രോസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയോ? അതുപോലത്തെ ഒരു സിഗ്നല് സാഹചര്യം അനുസരിച്ച് പറയും. ഇതിന്റെ അർത്ഥം
ഷോർട്ട് ടേമിലെ മൊമെന്റം, അതായത് മുന്നോട്ടുള്ള വേഗത മീഡിയം ടേം മൊമെന്റത്തേക്കാൾ കൂടുന്നു എന്നാണ്. ടെക്നിക്കൽ അനാലിസിസിൽ ഇതൊരു ബുള്ളിഷ് സിഗ്നലാണ്. ഓക്കെ. അതായത് മുന്നേറ്റം തുടരാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന. അപ്പോ ഒരു സൈഡില് ഈ ട്രേഡ് ഡീല് പോലുള്ള നല്ല വാർത്തകള്, മറ്റേ സൈഡില് ടെക്നിക്കൽ ചാർട്ടിലെ പോസിറ്റീവ് സിഗ്നൽസ്, ഇവ രണ്ടും ഒരുമിച്ച് വന്നു. അതെ. കൂടെ ടെലികോം, ഓട്ടോ, IT ഒക്കെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ മുന്നേറ്റം ഇത്ര സ്ട്രോങ് ആയത് എന്ന് പറയാം. കൃത്യമാണ്. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ചപ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ളൊരു പുഷ് കിട്ടി. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ്, ഹെൽത്ത് കെയർ ഒക്കെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അത് ഈ മുന്നേറ്റത്തിൻ്റെ ഒരു ഫുൾ സ്ട്രെങ്ത് അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്തു എന്നും ഓർക്കണം. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. ശരിയാണ്. ഈ ഒരു പോസിറ്റീവ് ഫീലിൽ ഇരിക്കുമ്പോഴും എല്ലാം ഓക്കെ ആണെന്ന് കരുതിയിരിക്കാൻ പറ്റില്ലല്ലോ. ചില റിസ്കുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചും എക്സ്പേർട്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിലും ചില കീ ലെവൽസ് ശ്രദ്ധിക്കണം. അനലിസ്റ്റുകൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ. സപ്പോർട്ടെന്ന് വെച്ചാൽ താങ്ങ് അല്ലേ? അതെ. സൂചിക താഴോട്ട് വന്നാൽ പിടിച്ചു നിർത്താൻ സാധ്യതയുള്ളൊരു ലെവല്. അത് ഏകദേശം 25,150 ആണ്. ഇതൊരു ഷോർട്ട് ടേമിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. ഒരുപക്ഷെ മാർക്കറ്റ് താഴേക്ക് വന്നാൽ ഈ ലെവൽ ഹോൾഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് താഴെ സ്ഥിരമായി ട്രേഡ് നടന്നാൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു അപ്പ് മൂവ് അത് വീക്കാകാനും ഒരു കറക്ഷന് സാധ്യത കൂടാനും ചാൻസ് ഉണ്ട്. ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റ് പോലെ. അതെ. അത് ഉറച്ചതാണെങ്കിൽ മുകളിലേക്ക് പോകാം. ഇളകിയാലോ? ശ്രദ്ധിക്കണം. ഗ്ലോബൽ കാര്യങ്ങൾ എപ്പോഴും ഒരു പേടിപ്പിക്കൽ ഫാക്ടറാണല്ലോ. പ്രത്യേകിച്ച് അമേരിക്കയിലെ പലിശ നിരക്ക്, അതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും? തീർച്ചയായും ഗ്ലോബൽ ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് US ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ്, അത് ഇന്ത്യൻ മാർക്കറ്റിന് വളരെ ക്രൂഷ്യലാണ്. പലിശ നിരക്ക് ഇനിയും കൂട്ടേണ്ടി വരുമെന്നുള്ള സൂചനകൾ വന്നാൽ അത് സാധാരണയായി ഡോളറിന് സ്ട്രെങ്ത് കൊടുക്കും. അപ്പൊ FIS പണം പിൻവലിക്കോ? അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപകർ ഇന്ത്യ പോലുള്ള എമേർജിംഗ് മാർക്കറ്റ്സിൽ നിന്ന് പണം പിൻവലിച്ച് US മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ FII ഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിന്റെ മൂവ്മെന്റിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ഡോളർ സ്ട്രോങ് ആയാൽ രൂപ വീക്കാവും, ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. ഈ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് വന്നാൽ അത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രഷറുണ്ടാക്കും. ഇന്നത്തെ മുന്നേറ്റം ചില പ്രത്യേക സെക്ടറുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു എന്നും ഒരു സംസാരമുണ്ടല്ലോ. ഇതിലെന്തെങ്കിലും അപകടമുണ്ടോ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ റാലിക്ക് പ്രധാനമായിട്ടും പവർ കൊടുത്തത് ടെലികോം, IT, ഓട്ടോ പോലെയുള്ള കുറച്ച് സെക്ടറുകളാണ്. അതേസമയം ബാങ്കിംഗ്, ഹെൽത്ത് കെയർ ഒക്കെ പിന്നോട്ട് പോയി. ഒരു മാർക്കറ്റ് റാലി ഹെൽത്തിയും സസ്റ്റൈനബിളുമാകണമെങ്കിൽ അതിൽ കൂടുതൽ സെക്ടറുകളും സ്റ്റോക്കുകളും പങ്കെടുക്കണം. അതിനെയാണോ മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്? അതെ, മാർക്കറ്റ് ബ്രെഡ്ത്ത്, പങ്കാളിത്തം. ആ പങ്കാളിത്തം കുറവാണെങ്കിൽ, അതായത് കുറച്ച് സ്റ്റോക്കുകൾ മാത്രം സൂചികയെ മുകളിലേക്ക് വലിക്കുകയാണെങ്കിൽ ആ റാലിക്ക് അത്ര ഉറപ്പുണ്ടാകില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലീഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വീക്കായാൽ മാർക്കറ്റ് പെട്ടെന്ന് താഴേക്ക് വരാം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സെക്ടറുകൾ ഈ റാലിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ ഈ ആശങ്കകൾക്കിടയിലും ഡെയിലി ചാർട്ടിൽ മിക്കവാറും ഇമ്പോർട്ടന്റ് മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് എന്നത് ഒരു പോസിറ്റീവ് കാര്യമല്ലേ? അതെ, അതൊരു ടെക്നിക്കൽ പോസിറ്റീവ് വശം തന്നെയാണ്. ഈ ഷോർട്ട് ടേം, മീഡിയം ടേം മൂവിംഗ് ആവറേജുകൾക്ക് മുകളിൽ സൂചിക നിൽക്കുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡിന്റെ ലക്ഷണം തന്നെയാണ്. മിക്ക പ്രധാനപ്പെട്ട ആവറേജുകളും ഇപ്പോഴത്തെ പ്രൈസിന് താഴെയാണ്. ഇത് ടെക്നിക്കലി ഒരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഫണ്ടമെന്റൽ സപ്പോർട്ടും മാർക്കറ്റിലൊരു ബ്രോഡ് പാർട്ടിസിപ്പേഷനും കൂടി വരുമ്പോഴാണ് ഈ മുന്നേറ്റത്തിന് കൂടുതൽ വിശ്വാസ്യത കിട്ടുക. ശരി. അപ്പോ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിലുള്ള ചിത്രം എന്താണ്? അടുത്ത കുറച്ച് ദിവസത്തേക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ അനാലിസിസ് നൽകുന്നൊരു സൂചന എന്താണ്? നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ്സ്, ട്രേഡ് ഡീൽ പ്രതീക്ഷകൾ, സെലക്ടഡ് സെക്ടർ സ്ട്രെങ്ത്, ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം അപ് ട്രെൻഡിലാണ് എന്ന് കരുതാം. പക്ഷേ ഇവിടെ കരുതാം എന്ന് പറയാനൊരു കാരണമുണ്ട്. ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അത് നിലനിൽക്കണം. ഈ മുന്നേറ്റം തുടരണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ. അതെ,
പുരോഗതിയുണ്ടായാൽ അത് മാർക്കറ്റിന് പുതിയൊരു എനർജി കൊടുക്കും. 2, വരാനിരിക്കുന്ന പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സ്. അത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ ആണെങ്കിൽ അതും ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൂട്ടി സൂചികയെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ 2 കാര്യങ്ങൾ പോസിറ്റീവായാൽ ഈ ഷോർട്ട് ടേം അപ്പ് മൂവ് തുടർന്നേക്കാം. പക്ഷേ എപ്പോഴും ഒരു പക്ഷേയുണ്ടല്ലോ, കാര്യങ്ങൾ പ്രതികൂലമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്തൊക്കെയാണ് പ്രധാന ചാലഞ്ചസ്? വളരെ ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്ലോബൽ റിസ്കുകൾ വീണ്ടും തലപൊക്കിയാൽ സ്ഥിതി മാറും. ഉദാഹരണത്തിന്, അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വീണ്ടും കൂടി, അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കൂട്ടേണ്ടി വരും എന്ന പേടി കൂടിയാൽ. അപ്പോൾ ഡോളർ വീണ്ടും സ്ട്രോങ് ആകും. അതെ, ഡോളർ വീണ്ടും ശക്തി പ്രാപിക്കാം, FII ഫ്ലോ പുറത്തേക്ക് പോകാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ വന്നാൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാർക്കറ്റിൽ ഒന്നുകിൽ ഒരു കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ, അതായത് സൂചിക ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ അധികം മുകളിലേക്കോ താഴോട്ടോ പോകാതെ നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക്, ഒരു ചെറിയ തിരുത്തൽ. അതെ, ഇപ്പോഴത്തെ കയറ്റത്തിൽ നിന്ന് താൽക്കാലികമായി ഒരു ചെറിയ ഇറക്കം, അതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുമ്പോൾ തന്നെ മറ്റേ സൈഡിൽ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഒരു ശുഭാപ്തി വിശ്വാസവും വേണം, എന്നാൽ റിയാലിറ്റി ചെക്കും വേണം. തീർച്ചയായും. മാർക്കറ്റ് എപ്പോഴും ഈ സാധ്യതകളുടെയും വെല്ലുവിളികളുടെയും ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് പോസിറ്റീവ് ട്രെൻഡ് കാണുമ്പോൾ എക്സൈറ്റഡ് ആവുന്നതിനോടൊപ്പം പ്രധാന സപ്പോർട്ട് ലെവൽസ്, ഗ്ലോബൽ ന്യൂസ് ഫ്ലോ, FII മൂവ്മെന്റ്സ്, രൂപയുടെ വാല്യൂ, ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഈ ഘടകങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു തീരുമാനമെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ നിഫ്റ്റി 50യെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു ചർച്ച നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം നൽകിയെന്ന് കരുതുന്നു. ടെക്നിക്കൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടതും ട്രേഡ് ഡീൽ പ്രതീക്ഷകളും ചില സെക്ടറുകളിലെ മുന്നേറ്റവുമാണ് ഇന്നത്തെ പ്രധാന പോസിറ്റീവ്സ്. അതേസമയം ഗ്ലോബൽ ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് US ഇൻട്രസ്റ്റ് റേറ്റ് സിഗ്നൽസും ഡോളറിന്റെ മൂവ്മെന്റ്സും, അതോടൊപ്പം മാർക്കറ്റ് ബ്രെഡ്ത്ത്, അതായത് എത്ര സെക്ടറുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നതും വരും ദിവസങ്ങളിലെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഈ കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്ക് തുടർന്നും ശ്രദ്ധയോടെ നോക്കാം. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഷോർട്ട് ടേം അപ്പ് മൂവ്, ഇത് ഒരു വലിയ ബുള്ളിഷ് ട്രെൻഡിന്റെ സ്റ്റാർട്ടിംഗ് ആണോ, അതോ ഈ ഗ്ലോബൽ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ മാർക്കറ്റിന് കിട്ടിയ ഒരു താൽക്കാലിക റിലീഫ് മാത്രമാണോ? ഇതിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നമ്മുടെ നാട്ടിലെയും പുറത്തെയും ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും സ്വന്തം നിഗമനങ്ങളിലെത്താനും ശ്രമിക്കാവുന്നതാണ്. അടുത്ത വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി.